ഞാൻ വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിക്കാൻ CPM-കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വോട്ടിൽ 90% ശരത് പ്രസാദിന് പോളിയപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അടിത്തറ എന്ന് പറയുന്നത് BJP-ക്കും CPM-നും സമാനമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഉണ്ട്. CPM-ന് അടുത്ത തവണ ഒന്നുകൂടി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ലക്ഷ്യം. CPM-നെ അടുത്ത തവണ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് BJP-യുടെ ലക്ഷ്യമാണ്. അപ്പം അതുകൊണ്ട് BJP ഡീല് പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമാണെങ്കിൽ പോലും BJP-ക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്ക് നേരിട്ട് തന്നെ ഞാൻ ജനചാനലിലൊക്കെ ചർച്ചയ്ക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് BJP-യുടെ അണികളുടെ ഏറ്റവും വലിയ വികാരം പിണറായി വിരുദ്ധതയാണ്. നമസ്കാരം. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം CPM BJP ഡീലാണ്. ഒരു BJP ചായ്വുള്ള ഞാൻ BJP ചായ്വുള്ള എന്ന് പറയുമ്പോൾ BJP-യുടെ എല്ലാ നടപടികളും അവരുടെ എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ മറ്റ് അവരുടെ പ്രസ്താവനകളും ഒന്നും ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ വിഷയം. അപ്പോൾ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അദ്ദേഹം അതിരൂക്ഷമായി അവിടെ സംസാരിക്കുമെന്ന്. പക്ഷേ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതേക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തീർത്തും വളരെ ഗുരുതരമുള്ളതാണ്. 36 കേസുകളിലാണ് അദ്ദേഹത്തിനെതിരെ എടുത്തത്. 50 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതുവരെ ഒരു കേസിലും, അതായത് മാസപ്പടി കേസ്, ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടായിട്ട് പോലും ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് തീർത്തും ഗുരുതരമായ ന്യായമായൊരു കാര്യമല്ല അത്. കാരണം നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയല്ല വലുത്, അവിടുത്തെ ഈ നിലപാടുകളും നിഷ്പക്ഷതയുമാണ്. അല്ല, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക, അതായത് ഈ നരേന്ദ്രമോദി വരുമ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയും എന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ ഇത്ര പരമാബദ്ധമാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്. നമ്മൾ അതും കൂടെ ഒന്ന് ഓർക്കണം. ഇതിനു മുമ്പ് ഏതോ 2024 തെരഞ്ഞെടുപ്പിലോ മറ്റോ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടിയല്ലേ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് എന്ന് ചോദിച്ചു പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല. പിണറായി വിജയനെതിരെ എത്ര കേസുണ്ട്? ലാവ്ലിൻ കേസ് മുതലിങ്ങോട്ട് എടുത്താൽ സ്വർണ്ണ കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, അങ്ങനെ എത്രയോ കേസുകളുണ്ട്. ഈ കേസുകളിലൊന്നും ഒരു ചുക്കും ചെയ്യാത്ത മോദി ഇവിടെ വരുമ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് പറയുന്നത് തന്നെ മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമാണ്. ഇനി പറഞ്ഞിരുന്നെങ്കിൽ തന്നെ എന്ത് സംഭവിക്കായിരുന്നു? പറഞ്ഞിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചിട്ട് ഇവിടെ വന്ന് പലതവണ മോദിയും അമിത്ഷായും വലിയ ഗുവാഗ്വാവിളി നടത്തിയിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും നമ്മുടെ വയറ് നിറയേണ്ട കാര്യമില്ല, അതിലൊരു കാര്യവുമില്ല എന്ന് തെളിയിച്ചതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ CPM BJP ഡീലാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ആ ഡീല് ഉണ്ട് എന്ന് പറയുന്നതിന് അടിസ്ഥാനമായി UDF ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഡീലുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ആ ഡീൽ ഉണ്ടാവും എന്ന് പറയുന്നതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താ? ആ അടിത്തറ എന്ന് പറയുന്നത് BJP-ക്കും CPM-നും സമാനമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഉണ്ട്. CPM-ന് അടുത്ത തവണ ഒന്നുകൂടി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ലക്ഷ്യം. CPM-നെ അടുത്ത തവണ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് BJP-യുടെ ലക്ഷ്യമാണ്. കോൺഗ്രസ് തീരുക എന്നുള്ളത് CPM-ന്റെ ലക്ഷ്യമാണ്, BJP-യുടെ ലക്ഷ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനെതിരായി BJP-ക്കും CPM-നും സമാനമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ നിന്നാണ് ഈ CPM BJP ഡീല് എന്ന് പറയുന്ന ഈ ഒരു വാദഗതിയുടെ ഉത്ഭവം. അപ്പോൾ സ്വാഭാവികമായും ആ ഡീൽ ഇല്ല എന്ന് പറയുന്നത് ഒട്ടും യുക്തിഭദ്രമല്ല. അതൊന്നും ഒരാളും വിശ്വസിക്കത്തില്ല. ഇനി ഡീലെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നോക്കിയാൽ 3-4 മണ്ഡലങ്ങൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ കഴിയും. ഇപ്പോൾ പാലക്കാട് മണ്ഡലം നമ്മൾ നോക്കൂ. പാലക്കാട് മണ്ഡലത്തിലെ മുഖ്യ മത്സരം കോൺഗ്രസും BJP-യും തമ്മിലാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസിനാണ് MLA ഉള്ളത്. അവിടെ ഏറ്റവും ശക്തരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികളാണ് UDF-നും BJP-ക്കും അവിടെ ഉള്ളത്. UDF-ന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും BJP-യുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും. സ്വാഭാവികമായും അവിടെ ജയിക്കുക എന്നുള്ളത് CPM-ന് ലക്ഷ്യമില്ല എന്നുള്ളത് CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് വളരെ പ്രകടമാണ്. ഏതോ ഒരു ബിരിയാണി കച്ചവടക്കാരനായിട്ടുള്ള ഒരു
പാവപ്പെട്ട ഒരു മുസ്ലിമിനെയാണ് അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഡീലുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം എന്താ, BJP-യുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു, പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അവിടെ ഭൂരിപക്ഷം ഹിന്ദു സമുദായമാണ്. പക്ഷേ അവിടെ നിർണായകമാണ് മുസ്ലിം സമുദായം. അപ്പോൾ ആ ഹിന്ദു സമുദായത്തിൽ നിന്നാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയും BJP-യുടെ സ്ഥാനാർത്ഥിയും. നിർണായകമായിട്ടുള്ള മുസ്ലിമാണ്. ആ നിർണായകമായിട്ടുള്ള മുസ്ലിം സമുദായം കഴിഞ്ഞ കുറച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം എൻ ബ്ലോക്കായി UDF-ന് അനുകൂലമായിട്ടാണ് നിന്നിരുന്നത്. സ്വാഭാവികമായും ആ UDF-ന് അനുകൂലമായി നിന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ LDF ഒരു കൊണ്ടുവരുമ്പോൾ അത് ഉറപ്പല്ലേ UDF-ന് കിട്ടാനുള്ള മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണെന്നുള്ളത്. UDF-ന് കിട്ടാനുള്ള മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ആർക്കാണ്? അത് BJP-ക്കാണ്. അപ്പൊ അതാണ് വസ്തുതയെന്നിരിക്കെ ഈ CPM-ന്റെ മരപ്പൊട്ടന്മാരായിട്ടുള്ള ഈ പിന്നെ നേതാക്കന്മാർ ആ ഒരു ഇളിച്ചോണ്ട് നിൽക്കുന്ന ഒരുത്തരുണ്ട്, ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവനൊക്കെ കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാനാണ് വരുന്നത്. അവൻ്റെയൊക്കെ ശരീരഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംസാരമൊക്കെ അത്രയ്ക്ക് തരം താണ സംസാരങ്ങളാണ്. അവരൊക്കെ ഒന്ന് പറയുന്നൊന്നും ഒരു പട്ടിക്കുഞ്ഞും വിശ്വസിക്കില്ല. അതാണ് പാലക്കാടിൻ്റെ അവസ്ഥ. ഈ റാന്നിയിലെ സ്ഥിതി നമ്മൾ നോക്കൂ. PDJS-ൻ്റെയോ 2020-യുടെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ്. റാന്നിയിലാണ് ശബരിമല ഉള്ളത്. ആ റാന്നിയിലെ സ്ഥാനാർത്ഥി ചോദിച്ചപ്പോഴത്തേക്ക് ആ റാന്നിയിലെ സ്ഥാനാർത്ഥി പറയുന്നത് ശബരിമല ഇവിടെ വിഷയമല്ല. അതെ, നമ്മൾ ഏറ്റുമാനൂർ റൂട്ട് ചെല്ലൂ. ഏറ്റുമാനൂർ വാസവനാണ് നിൽക്കുന്നത്. അവിടെയും അമ്പലക്കൊള്ള വലിയ വിഷയമാണ്ടതാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥി പറയാണ് ഇവിടെ കുടിവെള്ളമാണ് പ്രശ്നം. അല്ല, അത് മാത്രമല്ല, ഈ 2020-യെ ഘടകകക്ഷി ആക്കിയപ്പോൾ ഈ 2020-യുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം തോൽക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അല്ല, 2020-യെ സ്ഥാനാർത്ഥിയാക്കി 2020-യെ ഘടകകക്ഷിയാക്കി എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. പക്ഷേ 2020-യെ ഘടകകക്ഷിയാക്കുമ്പോൾ 2020-ക്ക് കൊടുക്കേണ്ട സീറ്റുകൾ എവിടെയാണ്? 2020-ക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെ സീറ്റ് കൊടുക്കുക. 2020-യെ ഘടകകക്ഷിയാക്കിയിട്ട് 2020-ക്ക് ഒരു സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നു. ആ സ്ഥാനങ്ങളിലെല്ലാം 2020 പറഞ്ഞ പോലെ അപ്രസക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ. അപ്രസക്തരെന്ന് പറയാനും പറ്റില്ല. സിനിമാ നടന്മാര്, സിനിമാ നടിമാര്, അത് ഈ രാഷ്ട്രീയവുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് തന്നെ ഈ ജനാധിപത്യ വ്യവസ്ഥയോടുള്ള അവഹേളനമാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതിനപ്പുറത്ത് അത് ഡീലിന് വേണ്ടി മാത്രമാണ്. റാന്നി നമ്മൾ കണ്ടു, നമ്മൾ ഏറ്റുമാനൂർ കണ്ടു, പിന്നെ ചെങ്ങന്നൂര് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തി. അവിടെ ഗവർണറായിരുന്ന അയാളുടെ പേരെന്തായിരുന്നു? PS ശ്രീധരൻപിള്ള. അയാളൊക്കെ വലിയ മുന്നേറ്റം നടത്തിയ സ്ഥലമാണ്. പിന്നെ ചെങ്ങന്നൂർ അവിടെ വളരെ നെഗ്ലിജിബിളായിട്ടൊരു സ്ഥാനാർത്ഥിയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു 6-7 സ്ഥലങ്ങളിൽ ഈ ഡീല് പ്രതീക്ഷിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. ഡീല് അങ്ങനെ അങ്ങ് നടപ്പിലാവണമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. കാരണം ഉറപ്പിലാവണമെങ്കിൽ പിന്നെ BJP-യുടെ അണികൾ കൊണ്ടുവന്ന് CPM-ന് ചെയ്യണം. അതിനൊന്നുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ BJP-യുടെ അണികളുടെ 1-ാം നമ്പർ ശത്രു പിണറായി വിജയൻ പോകണമെന്നാണ് BJP-യുടെ ബഹുഭൂരിപക്ഷ അണികളും ആഗ്രഹിക്കുന്നത്. പിണറായി വിജയൻ പോകണമെന്നുണ്ടെങ്കിൽ BJPക്ക് കുത്തിയിട്ട് കാര്യമില്ല. പിണറായി വിജയൻ പോകണമെന്നും പറഞ്ഞ് BJPക്ക് കൊണ്ടുവന്ന് കുത്തിക്കഴിഞ്ഞാൽ വോട്ട് സ്പ്ലിറ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും BJP-യുടെ അണികൾ വൻതോതിൽ UDF-ന് വോട്ട് ചെയ്തുകൊണ്ടാണ് BJP-യുടെ വോട്ട് ശതമാനം 19% നിന്ന് 14% കുറഞ്ഞത്. 2024 അവർക്ക് 19, 5% കുറഞ്ഞു. അവർ ക്രിസ്ത്യൻ മണ്ഡലത്തിൽ ഏതാണ്ട് 10,000 സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ട് 9 സ്ഥാനാർത്ഥികൾ ജയിച്ചുള്ളൂ. മനസ്സിലായി? അപ്പം അതുകൊണ്ട് BJP ഡീല് പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമാണെങ്കിൽ പോലും BJPക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്ക് നേരിട്ട് തന്നെ ഞാൻ ജനചാനലിലൊക്കെ ചർച്ചയ്ക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് BJP-യുടെ അണികളുടെ ഏറ്റവും വലിയ വികാരം പിണറായി വിരുദ്ധതയാണ്. 1. 2, ആ പിണറായിയെ നിലനിർത്താനാണ് BJP-യുടെ നേതൃത്വം ശ്രമിക്കുന്നത് എന്നൊരു തോന്നലും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡീലിൽ നിന്നും പറഞ്ഞൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. BJP-യുടെ വോട്ട് ഭയങ്കരമായിട്ട് ചോരാനാണ് പോകുന്നത്. അതിന്റെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് UDF-ന്. അല്ല, എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ചാണക്യന്മാരാണല്ലോ BJP-യെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ. അതായത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ, ഇവരെയൊക്കെ പിടിച്ച് അകത്താക്കി. പക്ഷേ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അയാൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുമ്പോൾ അത് BJP എന്താണ് അവർ അതിലൂടെ ലക്ഷ്യമിടുന്നത്? BJPയുടെ ഒരു പ്രശ്നം, BJP കേരളത്തിലൊരു ചെകുത്താനും കടലിനും ഇടയ്ക്കാണ്. അതാണ് BJPയുടെ പ്രശ്നം. BJP ഇവിടെ പിണറായി വിജയനെതിരെ സമരം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം UDF-ന് കിട്ടുന്നു. അതാണ് അവരുടെ ഒരു ഗതികേട്. കാരണം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധികാരത്തിൽ വരാൻ പറ്റുന്നൊരു പാർട്ടിയാണെന്നൊരു തോന്നൽ ജനങ്ങൾക്കില്ല.
കാരണം അവർക്ക് 2011 ഒരു സീറ്റ് ഉണ്ടായിരുന്നു നിയമത്തിൽ, അത് പിന്നീട് തോക്കുകയും ചെയ്തു. ഫലത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ് അവർ. മറുഭാഗത്ത് തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ളൊരു മുന്നണിയാണ് UDF. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു സീറ്റ് പോലും ഇല്ല, മറുഭാഗത്ത് ജയസാധ്യതയുള്ളൊരു മുന്നണി. അതാണ് അവരുടെ ഒരു പ്രശ്നം. സ്വാഭാവികമായും ഹിന്ദു സമുദായത്തിൻ്റെ വേണ്ടിയിട്ട് ശക്തമായ പോരാട്ടം നടന്ന പാർട്ടിയാണല്ലോ BJP. ഹിന്ദു അടിസ്ഥാനമായിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. ആ പാർട്ടിക്ക് 2019 വലിയ തോതിൽ കൈ പൊള്ളിയതാണ്. കാരണം ഈ യുവതി പ്രശ്നം വന്നപ്പോഴത്തേക്കും അവരവരുടെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള വലിയ സാഹചര്യമായിട്ട് കണ്ടിട്ട് ചാടി അതിനകത്തോട്ടങ്ങ് വീണതാണ്. അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ തന്നെ 100 കേസുകളുണ്ടായിരുന്നു. അയാൾ 2014 2 സീറ്റിലാണ് ലോക്സഭാ സീറ്റിൽ മത്സരിച്ചത്. അപ്പോൾ പക്ഷെ അവിടെ കൈപൊള്ളി. എന്ത് പറ്റി? അതിൻ്റെ ഗുണം മുഴുവൻ UDF കൊണ്ടുപോയി. ആ ഗുണം നമ്മൾ ഈ BJPയുടെ ഡീലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ BJPയുടെ അണികളെ കുറിച്ചിട്ട് കാണണം. ഇപ്പം BJP ഈ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരം അവർ നടത്തിയല്ലോ. സ്വാഭാവികമായും BJPയുടെ അണികൾ BJPക്കാണോ വോട്ട് ചെയ്തത്? അല്ല. BJPയുടെ അണികൾ BJPക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ BJP ഒരു സ്ഥലത്തെങ്കിലും ജയിക്കുമായിരുന്നു. അപ്പോൾ BJPയുടെ അണികൾ പോലും യുവതി പ്രവേശനത്തിൽ പിണറായി വിജയനെ പാഠം പഠിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ആ വോട്ട് അവർ BJPക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് സ്പ്ലിറ്റ് ആവും, പിണറായിക്ക് ഗുണമുണ്ടാവുമെന്ന് മനസ്സിലായി. BJPയുടെ അണികൾ തന്നെ വലിയ തോതിൽ UDF കൊണ്ട് ചെയ്തു. അങ്ങനെയാണ് BJPക്ക് ഒരു സീറ്റ് പോലും ഒന്നും കിട്ടാതെ പോയത്. അപ്പോൾ അതിൽ നിന്ന് അവരൊരു പാഠം പഠിച്ചു. എന്താണ്? ഈ ശബരിമല കൊള്ളയുമൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ സമരത്തിലേക്കൊക്കെ പോയാൽ അതിൻ്റെ ഗുണം UDFനെ ലഭിക്കൂ എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അതിനേക്കാൾ ഉപരി, അതായത് അങ്ങനെ അവരൊരു ചിന്ത അവർക്ക് ഉണ്ടെങ്കിൽ പോലും ഈ പിണറായി വിജയൻ, ഇവിടുത്തെ BJP നേതാക്കൾ എന്തായാലും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? ജനങ്ങളുടെ പൾസ് അവർക്ക് അറിയാത്തത് കൊണ്ടാണോ? കാരണം പിണറായി വിജയനെ ഈ 1048 തവണയായി ലാവലിൻ കേസിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നത് കേന്ദ്ര സർക്കാരാണെന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മാസപ്പടി കേസും 1026 തവണ ഡൽഹി ഹൈക്കോടതി മാറ്റിവെക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ ഇടപെടലില്ല എന്ന് കരുതാൻ തക്ക മണ്ടന്മാരല്ല കേരളത്തിലെ ആൾക്കാർ. പക്ഷെ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് അതിന് താല്പര്യമില്ലഞ്ഞിട്ടല്ല. പക്ഷെ BJP അത് ചെയ്ത അതിന്റെ ഗുണം UDF കൊണ്ടുപോകുള്ളൂ. അതാണ് ഈ BJP നേരിടുന്ന ഒരു പ്രതിസന്ധി. അത് പ്രതിസന്ധിയാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ, അതായത് ഈ CPM-നെ സംരക്ഷിക്കുമ്പോൾ ഇവർക്ക് ഒരിക്കലും സാധാരണക്കാരന്റെ വോട്ട് കിട്ടില്ല. അതിനേക്കാൾ ഉപരി ഈ CPM-നെ ഈ പിണറായി വിജയനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞിട്ട് കൈയും കെട്ടി നിന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 5 സീറ്റ് അവർക്ക് കിട്ടും. അല്ല, അത് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ പിടിച്ച് ജയിലിലിട്ടാൽ അവർക്ക് കിട്ടുന്ന 5 സീറ്റായിരിക്കും. പക്ഷെ പിണറായി വിജയനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് അധികാരത്തിൽ വരാൻ പോകുന്ന UDF ആണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഇവിടെ ഒരു നെഗ്ലിജിബിൾ ശക്തി മാത്രമാണ്. അതാണ് BJPയുടെ ഒരു പ്രശ്നം. BJP ഒരു 10-25 സീറ്റുള്ള ഒരു പാർട്ടി ആയിരുന്നുവെങ്കിൽ പിണറായി വിജയനെ പിടിച്ച് ജയിലിടുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അധികാരത്തിൽ വരാം. ഇവിടെ BJPയുടെ പ്രശ്നം എന്താണ്? BJPക്ക് ഇപ്പോൾ ഫലത്തിൽ ഒരു സീറ്റ് പോലും 140-ലില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോലും BJPക്ക് 2 സീറ്റിലെ ഭൂരിപക്ഷമുള്ളൂ. മനസ്സിലായി? അതാണ് ഇവരുടെ പ്രശ്നം. ആ 2 സീറ്റിലെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് പിണറായി പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ UDF എന്തായാലും അധികാരത്തിൽ കയറി പോകും. അതിൻ്റെ റിസൾട്ട് മുഴുവൻ അവർക്ക് ഗുണം മുഴുവൻ അവർക്ക് കിട്ടും. 2019 അവരത് കണ്ടതാണ്. 2019 ഓൾ ഔട്ടായിട്ടാണ് അവർ ഈ ശബരിമല വിഷയത്തിൽ ഇറങ്ങിയിട്ട് അവർ വലിയ പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 3-4 സീറ്റിലെങ്കിലും ജയിക്കുന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. അസ്ഥാനത്തായി പോയി. ഇനി 2024 ഒരു സീറ്റ് BJP ജയിച്ചു. പക്ഷേ അത് BJPയുടെ ഗുണം കൊണ്ടല്ലാന്ന് BJPക്ക് അറിയാം. അത് BJPക്കാരല്ലാത്ത കുറേ നാട്ടുകാർ വോട്ട് ചെയ്തുകൊണ്ടാണ് BJP അവിടെ ജയിച്ചെന്നുള്ളതിൻ്റെ തെളിവെന്താ സംഭവിച്ചത്? തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാനിറങ്ങിയ BJP അവിടെ 3-ാം സ്ഥാനത്തേക്കാണ് പോയത്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് അവരെ നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. മനസ്സിലായില്ലേ? 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഡെമോഗ്രഫി ഉണ്ട്. മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല. ക്രിസ്ത്യാനികളിലേക്ക് അവർ കുറച്ച് കയറാൻ നോക്കി, മുഴുവൻ പൊളിഞ്ഞു പോയി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1000 സീറ്റിൽ നിർത്തിയിട്ട് 6 സീറ്റിൽ ജയിച്ചു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് എന്താ? വിദേശ സഹായമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഉള്ള വോട്ട് പോലും പോവുകയാണ്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. ഇനി അവർ ഡീലെന്ന് പറഞ്ഞാൽ പോലും അവരുടെ അണികൾ അതിന് നിൽക്കില്ല. കാരണം അവരുടെ അണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം പിണറായി വിരുദ്ധതയാണ്. അതെ, പിണറായി വിരുദ്ധത വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് UDFന് വോട്ട് ചെയ്താലേ നിർത്തിയുള്ളൂ. അതാണ് അവരുടെ അവസ്ഥ. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താ? ശബരിമല കൊള്ള സെപ്റ്റംബറിൽ വന്നു. ആ ശബരിമല കൊള്ളയിൽ എന്ത് സമരം നടത്തി? ഒരു സമരം അവർ നടത്തിയില്ല. ഒരു ഇരുട്ട് വിളക്ക് അവിടെ കണ്ട് പോയിരുന്നു. ആ
5-6 പോസ്റ്ററുകൾ അവിടെ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പേരിന് പിന്നെ ഹൈക്കോടതിയിൽ ഒരു കേസുമായിട്ടും പോയി. കാരണം ശബരിമല കൊള്ള എടുത്തുകൊണ്ട് പോയാലും അതിന് ഗുണം UDF കിട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ നരേന്ദ്രമോദി ശബരിമല കൊള്ളയെ കുറിച്ചിട്ട് ഒന്നും പറ്റാതെ. പക്ഷെ അത് തിരിച്ചടിയായില്ലേ? അല്ല, അത് വലിയ, ഞാൻ പറഞ്ഞ അതിൽ നിന്ന് അവർക്ക് പൊളിറ്റിക്കലായി ഒരു ഗുണമുണ്ടാക്കുന്ന ഒരു നിലപാടും അവർക്ക് എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദുർബലരാണ് കേരളത്തിൽ. അവർക്ക് ആകെപ്പാടെ 10-15% വോട്ടേ അവരുടെ കയ്യിലുള്ളൂ. ആ വോട്ട് ഷെയർ അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് കയറണം, അവർക്ക് ഹിന്ദുക്കളുടെ ഇടയിലേക്ക് കയറണം. ഇത് രണ്ടും അവരെ കൊണ്ട് പറ്റുന്നില്ല. അവർ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് കയറാൻ എന്തുമാത്രം പണി നോക്കി. ഇപ്പോഴും പോലും ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ഒരുത്തനെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുമുമ്പ് അൽഫോൺസ് കണ്ണന്താനത്തിന് എടുത്തു വെച്ചു. എന്തൊക്കെ പണിയവന്മാർ ചെയ്തു. ഇതൊന്നും ചെയ്തിട്ടും ക്രിസ്ത്യാനികളുടെ ഇടയിലോട്ട് അവർക്ക് കയറാൻ പറ്റുന്നില്ല, ഹിന്ദുക്കളുടെ ഇടയിലോട്ട് അവർക്ക് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, കേരളത്തിൽ നമ്മൾ യോജിച്ചാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കത്തി തീരുക എന്നുള്ളതല്ലാതെ BJP ഒരു വഴി കേരളത്തിൽ അവർക്കില്ല. BJPക്ക് എന്തായാലും ഇപ്പൊ ഇത്തവണ നേട്ടം ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശ്വാസികളാണല്ലോ. നമ്മളെല്ലാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ 2016 ഒരുപാട് BJPയുടെ വിശ്വസിച്ചു. നമ്മൾ 2019 BJP വിശ്വസിച്ചു. നമ്മൾ 2021 BJP വിശ്വസിച്ചു. 2024 BJP വിശ്വസിച്ചു. 2025 BJP വിശ്വസിച്ചു. ഈ 5 വിശ്വാസങ്ങൾ എവിടെ പോയി? അതുകൊണ്ട് നമുക്കിനി സ്ഥിതി മാറിയിരിക്കുകയാണ്. കാരണം 2026 ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഡീലായിരുന്നാലും നോ ഡീലായിരുന്നാലും ശരി, ഒരു 3 മുതൽ 5 സീറ്റ് വരെ BJP പിടിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള പ്രശ്നമാണ് ഈ സാധ്യതകൾ. നമ്മൾ ഒരുപാട് കാലമായിട്ട് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ സാധ്യത? എന്തുകൊണ്ടാണ് പിടിക്കും? 3 മുതൽ 5 സെറ്റ് വരെ പിടിക്കാൻ സാധ്യത ഒന്ന് പറഞ്ഞൊന്ന് തെളിയിച്ചു തന്നെ. എന്തുകൊണ്ട് പിടിക്കും? പിടിക്കില്ല എന്ന് ഞാൻ തെളിയിച്ചില്ല. ഒരു മിനിറ്റ്, പിടിക്കില്ല എന്ന് ഞാൻ വസ്തുനിഷ്ഠമായി തെളിയിച്ചു. പിടിക്കില്ല എന്ന് സാറിപ്പോ പറയുന്നു. പക്ഷേ പിടിക്കില്ല എന്ന് പറയണമെങ്കിൽ മെയ് 4 കഴിയണം. ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പിടിക്കില്ല എന്നുള്ളതിന് കാര്യകാരണ സഹിതം ഞാൻ പറയുന്നു. 1. 2, 2016 2019 2021 2024 2025 പിടിച്ചില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഒരു വശത്ത് 5 തെരഞ്ഞെടുപ്പുകളിൽ പിടിച്ചില്ല നമ്മുടെ മുന്നിലുണ്ട്. മറുവശത്ത് 2026 പിടിക്കില്ല എന്നുള്ളതിന് എന്റെ കുറെ കാരണങ്ങളുണ്ട്. ഞാൻ സുമേഷിനോട് ചോദിക്കുന്നത് 5 സീറ്റ് അവർ പിടിക്കും എന്നത്. 3 മുതൽ 5 സീറ്റ് വരെ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 3 മുതൽ 5 സീറ്റ് ഇതൊന്നും എനിക്ക് പ്രസക്തമല്ല. അത് ഒരു സീറ്റ് ആയാലും എനിക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട് പിടിക്കും? അതിന്റെ കാരണങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ഞാൻ പറയാം. കാരണം നേമത്ത് തീർത്തും ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യത വളരെ കുറവാണ്. അവിടെ മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. പിന്നെ പാലക്കാട് എന്നെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവരവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അതിലുപരി BJPയിൽ അവർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന അവരുണ്ട്. അവിടെ LDF സ്ഥാനാർത്ഥി എന്തായാലും അവർക്ക് ഒരു എതിരാളിയല്ല, UDF സ്ഥാനാർത്ഥി. എങ്കിൽ പോലും രമേഷ് പിഷാരടി അവർക്കൊരു എതിരാളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അത് മാത്രവുമല്ല, ഇപ്പോൾ BJPക്ക് താങ്കൾ പറഞ്ഞല്ലോ, അതായത് ഈ 5 തവണയായിട്ട് BJP ഒരു സീറ്റും പിടിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ പല തവണ പരാജയപ്പെട്ടിട്ട് വിജയിച്ചവരില്ലേ? 2 സീറ്റുമായി ലോക്സഭയിൽ ഇരുന്നവരാണ് 3-ാം തവണയും രാജ്യം ഭരിക്കുന്നത്. രാജ്യം നിങ്ങൾ വിട്. ഉദാഹരണം നമ്മൾ ഈ കേരളത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ത്യ ചൂണ്ടിക്കാണിക്കരുത്. കേരളം ഞാൻ പറയട്ടെ, അതിനാണ് ഈ വാട്ട് അബൌട്ട് എന്ന് ചോദിക്കുന്നത്. ഇന്നലെ MP ഗോവിന്ദന്റെ പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്. MP ഗോവിന്ദനോട് ചോദിച്ചു SDPIക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് MP ഗോവിന്ദൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾ മേടിക്കുമോ എന്ന് പറഞ്ഞ പോലെ കേരളത്തെ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ പറയരുത്. അല്ലല്ല, ഞാനത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഇതിനെല്ലാം മറുപടി പറഞ്ഞ് പോവുള്ളൂ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ 2 സീറ്റിൽ നിന്ന് 3 തവണ അധികാരത്തിൽ കയറി എന്നുള്ളത് സംബന്ധിച്ച് ഞാനും നിങ്ങൾ തമ്മിൽ തർക്കമില്ല. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അതൊരു തർക്ക വിഷയം അല്ലാത്തടത്തോളം കേരളം പറയുമ്പോൾ നമ്മൾ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവർ 3 പ്രാവശ്യമായിട്ട് അവിടെ അധികാരത്തിൽ ഇരിക്കുകയാണ്. അത് വസ്തുതയാണ്. അതിലെനിക്ക് തർക്കമില്ല. ഇനി കേരളത്തിലേക്ക് നിങ്ങൾ വരാം. നിങ്ങളിപ്പോൾ നിയമത്തിൻ്റെ കാര്യവും പറഞ്ഞു, പാലക്കാടിൻ്റെ കാര്യവും പറഞ്ഞു. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് എടുക്കാം. നമ്മൾ നിയമത്തിൻ്റെ സാഹചര്യം നോക്കൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2011 അവിടെ ഒ രാജഗോപാൽ ജയിച്ചു ആണല്ലോ. 2016 തോറ്റു, 2021 തോറ്റു. 2016 നിങ്ങൾക്കുൾപ്പെടെ പിന്നെ വിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം നിയമത്തിൽ ജയിക്കുന്നു. കാരണം അവിടെ കുമ്മൻ രാജശേഖരനെ മത്സരിച്ചു. കുമ്മൻ രാജശേഖരൻ അവിടെ തോറ്റു. അവിടെ ആര് ജയിച്ചു? ശിവൻകുട്ടി ജയിച്ചു. അതിൻ്റെ കാരണം എന്തായിരുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ഇടതുപക്ഷത്ത് പരമ ദുർബലനായിട്ടുള്ള ഒരു സുരേന്ദ്രൻ പിള്ളയാണ്
അവിടെ മത്സരിച്ചു. CPM-ന്റെ വോട്ട് മുഴുവൻ അങ്ങോട്ടേക്ക് CPM-ന്റെ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും കൊണ്ടുപോയി. അങ്ങനെ പിന്നെ അവിടെ അവിടെ മുസ്ലിങ്ങൾ ഫോർമിഡബിൾ ആണ്. അവരുടെ മുഴുവൻ വോട്ടും ശിവൻകുട്ടി പിടിച്ചു. CPM-ന്റെ മുഴുവൻ വോട്ടും മാത്രമല്ല SDPയുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതേ അത് തന്നെ ഞാൻ പറഞ്ഞത്. മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം SDP പിടിച്ചു. ശിവൻകുട്ടി അവിടെ ജയിച്ചു. അപ്പം 2016 നമ്മൾ ഈ പ്രതീക്ഷ വലിയ തോതിൽ വെച്ച് പുലർത്തിയിരുന്നു. കുമ്മനം രാജശേഖരൻ അവിടെ ജയിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പൊട്ടിപ്പോയി. 2021 എന്ത് സംഭവിച്ചു? 2021 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുമ്മനം രാജശേഖരനായിരുന്നു. 2021 നമ്മൾ കുമ്മനം രാജശേഖരൻ അവിടെ ജയിക്കുമെന്ന് വിചാരിച്ചു. കുമ്മനം രാജശേഖരൻ പൊട്ടിപ്പോയി. മുരളീധരനായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. മുരളീധരൻ ജയിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അവിടെ 2021 എന്ത് സംഭവിച്ചു? കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാനായിട്ട് അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളും ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തു. 2021 BJP-ക്കെതിരെ വലിയ മപ്പടിച്ചെന്ന പാർട്ടിയായിരുന്നു CPM സംസ്ഥാനത്തൊട്ടാകെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ CPM-ന്റെ മുഴുവൻ വോട്ടുകൾ കിട്ടി. പിന്നെ മുസ്ലിങ്ങളുടെ വോട്ടുകൾ കിട്ടി. കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ടുകളും കൂടെ കിട്ടി. അവിടെ അപ്പോഴും കുമ്മനം രാജശേഖരൻ പൊട്ടിപ്പോയി. അപ്പോൾ 2016 പൊട്ടി, 2021 പൊട്ടി. ഈ 2026 ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 2026 അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ BJP-യുടെ അധ്യക്ഷൻ നിൽക്കുന്നു. അവിടെ ശിവൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥി നിൽക്കുന്നു. അവിടെ ശബരിനാഥ് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി നിൽക്കുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ ശബരിനാഥ് പിന്നെ നല്ല ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് താരതമ്യേന എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ഇപ്പോഴത്തെ പിന്നെ സംസ്ഥാനതല രാഷ്ട്രീയ സാഹചര്യങ്ങളും പിന്നെ വലിയ തോതിൽ UDF-ന് അനുകൂലമാണ്. ശിവൻകുട്ടിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ദോഷവും പ്രതിഷേധവും അവിടെയുണ്ട്. രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ട് നിയമത്ത് മാത്രമായി ഉരുത്തിരിയുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതിയതാണ്. ജയിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞതാണ്. രാജീവ് ചന്ദ്രശേഖർ പൊട്ടിപ്പോയി. രാജീവ് ചന്ദ്രശേഖരന് ഇപ്പോൾ അവിടെ ജയിക്കാൻ അനുകൂലമായിട്ടുള്ള ഘടകമൊന്നും ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഘടകവും ഞാൻ കാണുന്നില്ല. ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസത്തിന്റെ അല്ല പറഞ്ഞത്. താങ്കൾ പറഞ്ഞതുപോലെ ശിവൻകുട്ടിക്ക് അവിടെ അതിശക്തമായിട്ടുള്ള ഒരു ശിവൻകുട്ടി വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും ഉണ്ട്. ഈ പറയുന്ന പോലെ ശബരിനാഥൻ അവിടെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറയുമ്പോഴും ശബരിനാഥനേക്കാളും മെച്ചപ്പെട്ടയാളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു ബോധം ഒരു വോട്ടർമാർക്ക്. ഈ ബോധം ഇതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പറഞ്ഞെന്താ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞത് പിന്നെ ശശി തരൂർ 4 പ്രാവശ്യം ജയിച്ചാണ്. അയാളെ ഒന്നും ജയിപ്പിക്കില്ല. അയാൾ ഭയങ്കര കോടീശ്വരനും ഭയങ്കര വിവരമുള്ളവനും കേന്ദ്ര IT മന്ത്രിയായിരുന്ന ആളാണ്. അയാൾ ജയിക്കുന്നത്. പൊട്ടിപ്പോയി. ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള വികാരവും ഭരണവിരുദ്ധ വികാരത്തിൻ്റെയും ഏറ്റവും കൂടുതൽ ഗുണഭോക്താവാകാൻ പോകുന്നത് ശബരിനാഥനാണ്. ശരി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം സിമ്പിളാണ്. ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള വികാരവും പിന്നെ ഭരണവിരുദ്ധ വികാരവും കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒന്ന് ജയിച്ചു എന്ന് വിചാരിക്കട്ടെ. എന്താണ് അതുകൊണ്ട് ഗുണം? രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു, അത്രയേ ഉള്ളൂ. അതേസമയം ആ വോട്ട് ശബരിനാഥനിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ UDF എന്ന് പറഞ്ഞൊരു കക്ഷി ഇവിടെ ഭരിക്കും, ഇവിടെ അധികാരം ഉണ്ടാക്കും, സർക്കാർ ഉണ്ടാക്കും. രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ട് ഈ വോട്ടുകളെല്ലാം തിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചു നിയമത്ത് എന്ന് നമുക്ക് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോട്ടെ, എല്ലാ ഭാഗത്തും അങ്ങനെ ചിന്തിക്കാൻ പോയാലോ. രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചു എന്നുള്ളതിലുപരി രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ അവിടെ ജയിച്ചാൽ അവിടെയുള്ള ഒരു വികസനം ഉണ്ടാകുമെന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾക്കറിയാം. കാരണം ഈ ശബരിനാഥന്റെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ശബരിനാഥന്റെ മണ്ഡലത്തിലുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പിതാവ് കാർത്തികേയൻ 3 തവണ അവിടെ ജയിച്ച് 3ാമത് സഹതാപ തരംഗത്തിലാണ് പറഞ്ഞോട്ടെ സഹതാപ തരംഗത്തിലാണ് അയാൾ ജയിച്ചത്. പിന്നെ അയാൾ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ശബരിനാഥൻ നിങ്ങളാ പറയുന്നൊന്നും ഒരു യുക്തി എന്ത് യുക്തിയില്ലാത്തത്? ഒരു യുക്തിയുമില്ല. ശരി, ഞാൻ തെളിയിച്ചു തരാം. അതായത് നിങ്ങൾ പറയുന്നത് എന്താണ്? രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ വികസനം ഉണ്ടാവും. ശബരിനാഥൻ ജയിക്കുകയും UDF സർക്കാർ അധികാരത്തിൽ വന്നാലും വികസനം ഉണ്ടാവില്ല. ഇതല്ലേ നിങ്ങൾ പറയുന്നത്? അത് അബദ്ധമല്ലേ? രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ജയിച്ചാൽ എന്താ സംഭവിക്കാമെന്ന്? BJP-ക്ക് ഒരു MLA കിട്ടും അല്ലേ? ഇതല്ലേ സംഭവിക്കാം? ഞാൻ പറയട്ടെ. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ BJP-ക്ക് ഒരു MLA കിട്ടും ആണല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ നിന്ന് വികസനം കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ കൊണ്ടുവരേണ്ടി വരും? കേന്ദ്രത്തിൽ മോഡി സർക്കാരിനെ കൊണ്ടുവന്നിരിക്കേണ്ടി വരും. അല്ലാതെ വരുമല്ലോ. കാരണം അയാൾ പ്രതിപക്ഷ MLA ആണല്ലോ. അയാൾ പ്രതിപക്ഷ MLA ആയിരുന്നാലും അയാൾക്ക് സംസ്ഥാനത്തിന്റെ ഫണ്ട് കൊണ്ട് അയാൾക്ക് ഇവിടെ വികസനം നടത്താൻ പറ്റുള്ളൂ. എന്റെ സുമേഷ്, നിങ്ങളുടെ വിശ്വാസ്യത കളയാതെ അയാള് ഒരു പ്രതിപക്ഷ MLA ആകുമ്പോൾ കൊണ്ടിരുന്ന വികസനവും ശബരിനാഥ് ഭരണകക്ഷിയുടെ ഭാഗമായി അവിടെ MLA ആകുമ്പോൾ കൊണ്ടിരുന്ന വികസനം രണ്ടല്ലേ സുമേഷേ?
ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഇവിടെ 45 വർഷത്തിന് ശേഷം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJP പിടിച്ചു. ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ അവർ എന്തൊക്കെയാണ് വികസനങ്ങൾ നടത്തിയെന്നുള്ള കാര്യം താങ്കൾക്ക് വല്ല ബോധമുണ്ടോ? അതുകൊണ്ട് അതെന്താണ് അത് അവർ അധികാരത്തിൽ കയറിയോണ്ടാണ് അവർ വികസനം നടത്തും. പറഞ്ഞോളൂ. അതിനു മുമ്പ് BJP നിങ്ങൾ മണ്ടത്തരം വിളിച്ച് പറയാതെ താങ്കളുടെ കണ്ണിൽ ഞാൻ മണ്ടനായിരിക്കാം. ഞാൻ മണ്ടനാണ്. താങ്കൾ അത്ര ബുദ്ധി വിദ്യാഭ്യാസം എനിക്കില്ല. നിങ്ങൾ മണ്ടനാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. എന്താണ് നിങ്ങൾ മണ്ടൻ? ആയിക്കോട്ടെ. അല്ല ആയിക്കോട്ടെ, ഞാനത് തെളിയിച്ചു തരാം. തെളിയിക്കൂ. നിങ്ങളിപ്പോ പറഞ്ഞത് BJP ഇവിടെ അധികാരത്തിൽ കയറി, BJP വികസനം കൊണ്ടുവന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആണല്ലോ. BJP എങ്ങനെയാ വികസനം കൊണ്ടുവന്നത്? ഇങ്ങനെ വികസനം കൊണ്ടുവന്നത് അധികാരത്തിൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ആ BJP ഭരണ പാർട്ടി ആയതുകൊണ്ടല്ലേ ഇവിടെ വികസനം കൊണ്ടുവന്നത്. അപ്പൊ ഭരണ പാർട്ടി എവിടെ നഗരസഭയിലെ കാര്യമാണ് താങ്കൾ പറയുന്നത്? അതെ, BJP തിരുവനന്തപുരം നഗരസഭയിൽ ഭരണ പാർട്ടി ആയതുകൊണ്ടല്ലേ ഇവിടെ വികസനം കൊണ്ടുവന്നത്. ശരി അല്ലേ? എനിക്കൊരു ഒരു നിമിഷം തരൂ, ഞാൻ പറഞ്ഞോട്ടെ. ഈ BJP പ്രതിപക്ഷത്തിരുന്നല്ലോ കഴിഞ്ഞ തവണ. ആ കഴിഞ്ഞ തവണത്തെ അവിടുത്തെ BJP കൗൺസിലർമാരുടെ വാർഡുകളിലെ വികസനം താങ്കൾക്കറിയാമോ? സുമേഷേ, ഇതൊക്കെ ഒരു അബദ്ധവുമല്ല. കരമന അജിത്ത് ഉൾപ്പെടെയുള്ള ഇതൊക്കെ അബദ്ധവും പൊട്ടത്തരവുമാണ്. ഞാൻ അതും തെളിയിച്ചു തരാം. എങ്ങനെയാണ് BJPയുടെ അധികാരത്തിൽ വന്നത്? BJPയുടെ അധികാരത്തിൽ വന്നത് അവരുടെ മണ്ഡലത്തിലെ വികസനം കൊണ്ടാണോ, അതോ CPM വിരുദ്ധത കൊണ്ടാണോ? CPM വിരുദ്ധത ഘടകമാണ്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പിന്നെ എന്താണ് BJPയുടെ കൗൺസിലർമാർ പോലും നിങ്ങളുടെ വാദം അംഗീകരിക്കില്ല. BJPയുടെ കൗൺസിലർമാർ പോലും 2000 മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ CPMൽ നടന്ന അഴിമതി വിരുദ്ധതയിലാണ് ഞങ്ങൾ അധികാരത്തിൽ നിന്നാണ് BJPക്കാർ പോലും പറയുന്നത്. അവർ പറയാത്ത ന്യായം നിങ്ങൾ ഈ പറയുന്ന BJPയുടെ കൗൺസിലർമാരൊന്നും ഒരു വികസനവും നടത്തിയില്ല. ഞങ്ങൾക്ക് എന്തായാലും ഭരണം കിട്ടില്ല. അവരല്ലേ മണ്ടത്തരം നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളുടെ വിശ്വാസ്യത പോകും. നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. VV രാജേഷിനോട് നിങ്ങൾ എങ്ങനെയാണ് അധികാരത്തിൽ വന്നെന്ന് ചോദിച്ചാൽ അയാൾ തരുന്ന മറുപടി എന്തായിരിക്കും? തരുന്ന മറുപടി നിങ്ങൾ പറയുന്ന ഞങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനം നടത്തി എന്നാണോ മറുപടി? അതോ CPM-കാർ ഇവിടെ നടത്തിയ കൊടി അഴിമതി കൊണ്ടാണ് എന്ന് അവര് VV രാജേഷ് എന്തായിരിക്കും മറുപടി പറയുന്നത്? രാഷ്ട്രീയപരമായിട്ട് അത് അയാൾക്കത് പറയാം. രാഷ്ട്രീയപരമായിട്ട് അത് പറയാം. അതല്ല ഈ സാധാരണ ഇതെല്ലാം കാണുന്ന സാധാരണക്കാരെ ജനങ്ങളുണ്ടെന്നേ. പിന്നെ നിങ്ങൾ പറയുന്ന പൊട്ടത്തരമാണെന്നുള്ളതിന് അടുത്ത തെളിവ് എന്താണെന്നറിയാവോ? അടുത്ത തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ BJP കൗൺസിലർമാരുടെ പോലും വിമർശനം എന്ന് പറയുന്നത് ഞങ്ങളുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന് ഇവിടെ CPM 10 പൈസ തരില്ലായിരുന്നു. CPM-കാരുടെ വാർഡുകളിൽ മാത്രമേ കൊടുക്കുള്ളായിരുന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയവാദം മാത്രമാണ്. ഞാൻ അതിന് തെളിയിച്ചു തരാം. അത് ഞാൻ തെളിയിച്ചു തരാം. കാരണം ഈ കരമന അജിത്ത് ഉൾപ്പെടെയുള്ള അബദ്ധമാണ്. കാരണം BJPയുടെ കൗൺസിലർമാർ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച വാദഗതി ഉന്നയിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ? അങ്ങനെയാണെങ്കിൽ ഈ BJPയുടെ കൗൺസിലർമാരുടെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ നടത്തിയ വികസനങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്ന് ചെലവാക്കിയതാണ്. സുഹൃത്തെ, അത് എല്ലാവരും ചെയ്യും. അതിന്റെ ഇതെല്ലാം കാണുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവരുടെ രാഷ്ട്രീയ പ്രചരണം എന്തായിരുന്നു അവരുടെ രാഷ്ട്രീയ പ്രചരണം? ഒന്നാമത്തെ രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നാമത്തെ രാഷ്ട്രീയ പ്രചരണം അതിഭീകരമായിട്ടുള്ള അഴിമതിയായിരുന്നു CPM-കാരുടെ. അതാണ് ഞങ്ങൾ ജയിക്കാനുള്ള ഒന്നാമത്തെ കാരണം. 2, ഞങ്ങളുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന് പോലും ഈ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു പൈസ ഞങ്ങൾക്ക് തരൂലായിരുന്നു. എന്റെ വാർഡിലെ കൗൺസിലറുടെ BJP കൗൺസിലറാണ്, അവരുടെ പോലും വാദവതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ പ്രേക്ഷകരോട്. ഈ BJP കൗൺസിലർമാരുടെ തിരുവനന്തപുരം നഗരസഭയിലെ കരമന അജിത്ത് ഉൾപ്പെടെയുള്ള BJP കൗൺസിലർമാരുടെ സമൂഹ മാധ്യമം നിങ്ങളൊന്ന് പരിശോധിക്കുക. അവിടെ അവർ പല വികസനങ്ങളും നടത്തിയിട്ടുള്ള ചിത്രങ്ങൾ സഹിതം അവർ പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ്. രാഷ്ട്രീയപരമായിട്ട് അവർ ഒരു വാദം പറയാം. രാഷ്ട്രീയമായി BJP കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച 2 വാദങ്ങൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞു. BJPയുടെ വാദമല്ല ഞാൻ പറഞ്ഞത്, എന്റെ BJPയുടെ വാദം ഞാൻ പറഞ്ഞു. BJP അധികാരത്തിൽ വന്നു എന്നല്ല നിങ്ങൾ പറയുന്നത്. ഇനി BJP അധികാരത്തിൽ വന്നുകൊണ്ടാണ് വികസനം നിങ്ങൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പൊ വികസനം കൊണ്ടുവരണമെങ്കിൽ അധികാരത്തിൽ വരണം. രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ ഒരു പ്രതിപക്ഷ MLA ആയതുകൊണ്ട് എന്ത് വികസനമാണ് അയാൾക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും? അയാളുടെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. കാരണം അയാൾ ശതകോടീശ്വരനാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും ജനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് തീരുമാനിച്ചോളൂ. ഒരു പ്രതിപക്ഷ MLA കൊണ്ടിരുന്ന വികസനവും ഒരു ഭരണപക്ഷി MLA കൊണ്ടിരുന്ന വികസനം എന്താണെന്ന് ഞാൻ പറയുന്നതും ജനങ്ങൾ കേൾക്കും, നിങ്ങൾ പറയുന്നതും ജനങ്ങൾ കേൾക്കും. നമ്മൾ ചുമ്മാ തർക്കിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾ നേമത്തെ കാര്യം പറഞ്ഞു, നിങ്ങൾ പാലക്കാടത്തെ കാര്യം എന്താ പറയുന്നത്? പാലക്കാട്
അവിടെ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ UDF-ഉം BJP ആണ് ആണല്ലോ. അതെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ ആരാ മത്സരിച്ചത്? ശോഭാ സുരേന്ദ്രനേക്കാൾ കൊടികെട്ടിയ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. ശോഭാ സുരേന്ദ്രൻ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് കൂട്ടും. പക്ഷേ ശോഭാ സുരേന്ദ്രൻ 14 പ്രാവശ്യം തോറ്റിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ശ്രീധരൻ അങ്ങനെയല്ലായിരുന്നു. BJP-യുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. അയാൾ അവിടെ മത്സരിച്ച് തോറ്റു. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ശോഭാ സുരേന്ദ്രനേക്കാൾ പാലക്കാട് സ്വാധീനമുള്ള C. കൃഷ്ണകുമാർ 18,000 വോട്ടിന് തോറ്റു. ഇതൊന്നും നമ്മൾ കാണാതിരിക്കരുത്. ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ടാണ് പാലക്കാട് പോയി ഇന്ന് മത്സരിക്കുന്നത്. മനസ്സിലായി? തോറ്റു തുന്നമ്പാടി. അവിടെ പിന്നെ BJP ജയിച്ചു വരുമെന്ന് അവർ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല. പിന്നെ നിങ്ങൾ സ്വപ്നം കാണും, പക്ഷെ നിങ്ങളുടെ സ്വപ്നം 6 പ്രാവശ്യം തകർന്ന സ്വപ്നമാണ്. അത് നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അല്ല, നമ്മൾ സ്വപ്നം കാണുക, നമ്മൾ ആ സ്വപ്നം സഫലീകരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അല്ല, അതുണ്ടാവും. ചിലപ്പോൾ അതിൽ 1 നൂറ്റാണ്ട് കഴിയുന്നേ ഉള്ളൂ. അതുണ്ടാവും, അതിൽ കുഴപ്പമില്ല. ഇപ്പൊ BJP അധികാരത്തിൽ വരുന്ന അധികാരത്തിൽ വരും എന്ന് നിങ്ങൾ പറഞ്ഞു. ശരിയാ, ഞാൻ അതിന് തെറ്റായിട്ട് പറയുന്നില്ല. അത് ചിലപ്പോൾ ഒരു 25 വർഷം 30 വർഷം കഴിയും. അത്രയെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ കഴക്കൂട്ടമൊക്കെ നമ്മൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്നറിയോ? വി. മുരളീധരൻ എത്ര പ്രാവശ്യമായി മത്സരിക്കുന്ന അറിയാമോ? എത്ര പ്രാവശ്യമായി? എനിക്ക് എന്നാൽ വി. മുരളീധരൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 13 പ്രാവശ്യമെങ്കിലും മത്സരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പച്ച വോട്ടിട്ടുണ്ടോ? ഉണ്ടോ? അല്ല, അവിടുത്തെ സ്ഥിതി അതല്ല. കഴിഞ്ഞ പ്രാവശ്യം കടകംപള്ളിയുടെ സ്ഥിതി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉൾപ്പെടെ വി. മുരളീധരൻ, ഞാൻ പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ വി. മുരളീധരൻ ജയിക്കുമെന്ന് വിചാരിച്ചു. എന്താ സംഭവിച്ചത്? 25,000 വോട്ടിനാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ജയിച്ചത്. ഇത്തവണ അവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കവുമില്ല. പക്ഷേ ആ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം മുരളീധരൻ്റെ വിജയത്തിലാണോ ശരദപ്രസാദിൻ്റെ വിജയത്തിലാണോ എന്ന് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് വോട്ടെണ്ണിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മുരളീധരൻ അവിടെ ജയിക്കണമെങ്കിൽ CPM-ന്റെ അസംതൃപ്ത വോട്ടുകളിൽ നല്ല പങ്ക് മുരളീധരന് കിട്ടണം. CPM-ന്റെ അസംതൃപ്ത വോട്ട് ബാങ്കിൽ നല്ല പങ്ക് ശരദപ്രസാദിന് കിട്ടിയാൽ ശരദപ്രസാദ് ചിലപ്പോൾ ജയിച്ചെന്നിരിക്കും. ശരദപ്രസാദ് ഇപ്പോൾ അവിടെ നടത്തുന്ന പ്രചരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരദപ്രസാദാണ് ഈഴവരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി. അയാൾ ജയിച്ചാൽ മന്ത്രിയാവും എന്നുള്ള പ്രചരണം അവിടെ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 25 വർഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയും. ഈ വി. മുരളീധരൻ എന്ന് പറഞ്ഞിട്ട് ഈ പുത്തൻകൂറ്റുകാരനൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ഇയാൾ എപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്? വി. മുരളി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ CPM-ന്റെ തലതൊട്ടപ്പനായിട്ടുള്ള ആനത്തലവട്ട ആനന്ദനെ തോപ്പിച്ചവനാണ് ഈ ശരദപ്രസാദ്. അവനെയൊന്നും നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. അന്ന് തിരുവനന്തപുരം പാർട്ടിയുടെ തലതൊട്ടപ്പനായിരുന്നു ആനത്തലവട്ട ആനന്ദൻ. ആ ആനത്തലവട്ട ആനന്ദനെ 25 വർഷം മുമ്പ് ഏതാണ്ട് 30 വയസ്സുണ്ടായിരുന്നപ്പോഴത്തേക്ക് ആറ്റിങ്ങിൽ തോപ്പിച്ച ആളാണ് ശരദപ്രസാദ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രനെ തോപ്പിക്കാൻ CPM-കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വോട്ടിൽ 90% ശരദപ്രസാദിന് പോളിയപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മുരളീധരൻ ചിലപ്പം 2031 തെരഞ്ഞെടുപ്പിൽ 15ാമത്തെ തവണ മത്സരിക്കാനുള്ള സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ സുമേഷിന് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. സുമേഷ് ഒരു ചെറുപ്പക്കാരനല്ലെങ്കിൽ മധ്യവയസ്കനാണെങ്കിൽ പോലും സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്. സുമേഷ് സ്വപ്നം കാണുക. സ്വപ്നം കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കുള്ള വിഷയത്തിലൊക്കെ താങ്കൾ വളരെ ഇതായിട്ട് പറഞ്ഞു. അത് ഞാൻ ഈ തിയറിയും ഇതൊന്നും നിരത്തി വെച്ചല്ല പറഞ്ഞത്. ഞാനിതെല്ലാം കൂടെ കണക്കൂട്ടി സാധാരണ ഞാൻ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് എവിടെ എത്തുന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. നിങ്ങളുടെ ബോധ്യം പറഞ്ഞു. ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് ശബരിമല പെരുങ്കുളയെ കണ്ടത്. വസ്തുനിഷ്ഠമായിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വസ്തുനിഷ്ഠമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വസ്തുനിഷ്ഠമായിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെ നയിക്കുന്നത് ബോധ്യമല്ല. കാരണം ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കെൻ്റെ അനുഭവ സമ്പത്തുണ്ട്. ആ അനുഭവ സമ്പത്തിൽ കൂടെ ഒരുപാട് ട്രെയിനിങ്ങും ഒരുപാട് റിസർച്ചും ഒരുപാട് പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളുടെ കൂടെ ജോലി ചെയ്തുള്ള പിന്നെ അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. ആ അനുഭവ സമ്പത്ത് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളെ സമീപിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, നടന്നു പോകുമ്പോൾ വഴിയിലൊരു കുഴി കാണുമ്പോൾ ആ കുഴിയിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ കുഴിയിൽ വീഴുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് അനുഭവ സമ്പത്തൊന്നും വേണ്ട. അല്ലല്ല, അതൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ബോധ്യങ്ങൾ പറയാം. ശബരിമല പെരുങ്കൊള്ള സംബന്ധിച്ച് ഞാൻ എൻ്റെ ബോധ്യങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. ശബരിമല പെരുങ്കൊള്ള സംബന്ധിച്ച് ഞാൻ വസ്തുനിഷ്ഠമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ തെറ്റിയ സമയത്തും വസ്തുനിഷ്ഠമായി വിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് തെറ്റാണെന്ന് പറഞ്ഞത്. അല്ലാതെ എൻ്റെ ബോധ്യമല്ല എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇത്ര നാൾ കേരള രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. ഞാൻ വസ്തുനിഷ്ഠമായി പഠിച്ച് എൻ്റെ അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. BJP-യെക്കുറിച്ച് ഞാൻ പറയുന്നു. BJP-ക്ക് ഒരു സീറ്റ് കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് എനിക്ക് എൻ്റെതായിട്ടുള്ള വാദങ്ങളുണ്ട്. ബോധ്യങ്ങളല്ല. കാരണം 2016 മുതൽ ഞാൻ ഈ BJP കാണുന്നതാണ്. 2016 ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. 2016 BDS-ഉമായിട്ട് BJP നിന്നു. ഒരു 10 സീറ്റെങ്കിലും കിട്ടും, 5 സീറ്റെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു.
2021 ഞാൻ വിചാരിച്ചു, 2024 ഞാൻ വിചാരിച്ചു, 2024 ഒരെണ്ണം കിട്ടി. അത് BJP-യുടെ ഗുണം കൊണ്ടല്ല, അവിടെ എല്ലാ നാട്ടുകാരും കൂടെ തിരുവെടുക്കും. അവസാനം ഈ BJP-യുമായി ബന്ധപ്പെട്ട് ഞാൻ സ്വപ്നം കാണാത്ത എന്തുകൊണ്ടാണെന്നറിയോ? സുരേഷ് ഗോപി അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ മറ്റേ ഇവിടെ ഇങ്ങോട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലാണ്ട് BJP അധികാരത്തിൽ വന്ന പോലായിരുന്നു. അവിടെ 3ാം സ്ഥാനം കിട്ടിയുള്ളൂ സുഹൃത്ത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ നിലപാടെടുക്കുന്നത്. 3ാം സ്ഥാനം, മനസ്സിലായില്ലേ? ഇത്രയും അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും കഴക്കൂട്ടത്ത് BJP-ക്കല്ല ലീഡ്. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ വട്ടിയൂർക്കാവ് എടുക്കൂ, വട്ടിയൂർക്കാവിലാണല്ലോ ലീഡ്. വട്ടിയൂർക്കാവിനെ കുറിച്ച് നിങ്ങളുടെ എന്താ അഭിപ്രായം? ശ്രീലേഖ എന്തെങ്കിലും ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കുമോ? ഒരു പുല്ലും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവിടെ വി മുരളീധരൻ ജയിച്ചു കഴിഞ്ഞു, കെ മുരളീധരൻ അവിടെ ജയിച്ചു കഴിഞ്ഞു. വസ്തുതകളാണിതൊക്കെ. VK പ്രശാന്ത് ജനകീയ MLA ആണെന്ന് പറയുന്നത്. അയാൾ ആരെയാണ് തോപ്പിച്ചിട്ടുള്ളത്? ഒരു മോഹൻകുമാറിനെ, ഒരു വീണായസ് നായരെ തോപ്പിച്ചിട്ടുള്ള ഒരു കൊച്ചു ചെറുക്കനാണ് അയാൾ. അയാൾക്കൊന്നും മുരളീധരന് മുന്നിൽ നിൽക്കാൻ പറ്റില്ല. ശ്രീലേഖയൊന്നും അവിടെ പച്ച തൊടില്ല, മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിലപാടുകൾ പറയുന്നത്. അതുകൊണ്ട് ഡീലെന്ന് പറയുന്നതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഈ ഡീലിനൊക്കെ അപ്പുറത്താണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. BJP നിർഭാഗ്യവശാൽ വീണ്ടും വട്ടപൂജ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായും എനിക്ക് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും ഇത് ഡീൽ ഉണ്ട് എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം പ്രധാനമന്ത്രി വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു, എന്തെങ്കിലും ഒരു പരാമർശമെങ്കിലും ശബരിമലയെക്കുറിച്ച് നടത്തുമെന്ന് പ്രതീക്ഷിച്ചു. ഒന്നും എത്തിയില്ല. അത് മാത്രമല്ല, CPM BJP ബാന്ധവം ഉണ്ടെന്നുള്ള കാര്യം BJP അണികൾക്ക് പോലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ തെളിവുകളാണ് ഈ പറയുന്ന പലയിടങ്ങളിലും വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുള്ള പലയിടങ്ങളിലും BDJസിന് സീറ്റ് കൊടുത്തിട്ടൊക്കെ ഒരു പേര് പോലും കേൾക്കാത്ത സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് നല്ല ഒരു കീഴ്വഴക്കമല്ല. അധികാരം പിടിക്കാൻ വേണ്ടി അതെല്ലാം ജനങ്ങൾ അനുഭവിക്കണം. അത്രയും കൊല്ലം ഇനി ഒരു തവണ കൂടി പിണറായി വിജയൻ്റെ കിരാതഭരണം കേരളത്തിലെ സാധാരണക്കാർ അനുഭവിക്കണം. അത് BJPക്ക് ഭരണം പിടിക്കാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു വാദത്തെ ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ പിണറായി വിജയനെ ചെവി തൂക്കിയെടുത്ത് അകത്തിട്ടിരുന്നെങ്കിൽ കയ്യും കെട്ടിയിരുന്നാൽ മതി, ഒരു ചോരെടുത്ത് പോലും വേണ്ട, ഒരു 5 സീറ്റ് BJPക്ക് കിട്ടുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലോ എന്ത് വേണമെങ്കിലും വയ്ക്കാം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 3 മുതൽ 5 വരെ സീറ്റുകൾ കേരളത്തിൽ എവിടെയെങ്കിലും BJP പിടിച്ചിരിക്കും എന്നുള്ളതാണ്.